ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുട്ടി വ്ളോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നല്ല അപ്പവും സാമ്പാറും പിന്നെ ചൂരക്കറിയും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മീൻകറി കൂട്ടി കഴിക്കുന്ന ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നല്ലൊരു കാപ്പിയൊക്കെ ഞാൻ കുടിച്ചിട്ടുണ്ട്. ഒരു 8:30 എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയും കേട്ടോ. പിന്നെ അമ്മ നല്ല കാരയ്ക്ക് അച്ചാറിട്ടിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഒരു ബുൾസയും കൂടെ അടിച്ചു തന്നു. അങ്ങനെ ഇരുന്നപ്പോൾ അമ്മയുടെ സഹോദരൻ്റെ മോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻറ്റി എന്നെ കാണാൻ വന്നതാണ് കേട്ടോ. ഇടയ്ക്കും ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അപ്പുറത്തെ അമ്മൂമ്മ നമുക്ക് ശരിക്കും മാങ്ങ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അപ്പുറത്തെ അമ്മൂമ്മയ്ക്ക് ഈ ആൻറ്റി അറിയാം കേട്ടോ. കാരണം ആൻറ്റിയുടെ അച്ഛൻ വർക്ക് ചെയ്തത് സൈനിക സ്കൂളിനകത്താണ് കേട്ടോ. അപ്പോൾ അമ്മൂമ്മയ്ക്ക് പണ്ടേ ഇവരെയൊക്കെ നല്ല പരിചയമാണ്. അപ്പോൾ ആൻറ്റി വന്നെന്ന് പറഞ്ഞപ്പോൾ അമ്മൂമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മൂമ്മ നമുക്കൊരു ബക്കറ്റ് നിറച്ച് മാമ്പഴം തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മാമ്പഴമൊക്കെ അരിഞ്ഞ് കഴിക്കുകയാണ്. പിന്നെ ഇവർ തമ്മിൽ കണ്ടപ്പോൾ പഴയ കാര്യങ്ങൾ പറയാൻ തുടങ്ങി കേട്ടോ. കാരണം അവർ കുഞ്ഞിലെ കളിച്ച് വളർന്ന കഥകളും എല്ലാം പറഞ്ഞു. നല്ല രസമായിരുന്നു കേട്ടോ അവരെ സംസാരം കേൾക്കാൻ. പണ്ടത്തെ കാലഘട്ടത്തിൽ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് കേട്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. അവരൊക്കെ കുട്ടിക്കാലത്ത് എക്സ്പ്ലോർ ചെയ്ത പോലെ ഞാനും എൻ്റെ കുട്ടിക്കാലം അത്രയ്ക്ക് എക്സ്പ്ലോർ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഞാനൊക്കെ ജനിച്ച സമയത്ത് ഇപ്പോൾ വയലില്ല, പാടയില്ല, ഒന്നുമില്ല. റോഡുകളും അടുക്കി വീടുകളും മാത്രമേ ഉള്ളൂ. അപ്പം ഇവരെയൊക്കെ കാലഘട്ടത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കേട്ടോണ്ടിരിക്കാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. ഇവർ പറയുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്ത് ഞാനും ആ കാലഘട്ടത്തിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ കുട്ടിക്കാലത്തെ കഥകളൊക്കെ കേട്ട് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ആൻറ്റി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിലത്തേക്ക് വേണ്ടി അച്ഛൻ തടിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ കാരയ്ക്ക് അച്ചാറിട്ടത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു രാവിലെ, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ അച്ചാർ വന്നിട്ട്. അപ്പോൾ ഇപ്പോൾ വന്നിട്ടൊരു 1:30 മണിയായിട്ടുണ്ട് കേട്ടോ. എൻ്റെ ലഞ്ച് കഴിക്കാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ നല്ല പൊരിച്ച മീനും തോരനും കറി വെച്ച മീനും ഈ അച്ചാറുമായിരുന്നു. പിന്നെ സാമ്പാറും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ലൊരു ലഞ്ചൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 3 മണിയായപ്പോൾ അമ്മ നല്ല മസ്ക് മെലൺ ജ്യൂസൊക്കെ അടിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഓൾറെഡി എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തതുണ്ടെങ്കിൽ കണ്ടു നോക്കും, ഞാൻ ഐക്കാട്ടി കൊടുത്തേക്കാതെ. പിന്നെ ഒരു 4:30 കഴിഞ്ഞ ടൈമിൽ അനീഷേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അനീഷേട്ടൻ വന്നപ്പോൾ എനിക്ക് നല്ല ക്രീം കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ക്രീം കേക്കിൻ്റെ പ്രത്യേകത വന്നിട്ട് ഓവർ മധുരം ഇല്ലാത്ത കേക്കായിരുന്നു കേട്ടോ. ഞാൻ വലിയ ക്രീം കേക്ക് ഫാൻ അല്ല, എന്നിരുന്നാലും ഞാൻ കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ പ്രഗ്നൻ്റ് ആയതിന് ശേഷം മധുരം കഴിച്ച് കഴിയുമ്പോൾ വായ കഴിക്കാറുണ്ട്. അതുകൊണ്ട് ഓവർ മധുരം ഞാൻ കഴിക്കാറില്ല. പിന്നെ കുറച്ച് മാത്രം കേക്ക് കഴിച്ചിട്ട് ഞാൻ പിന്നെ ഡിന്നർ കഴിക്കാൻ പോയിട്ടുണ്ട്. ഇവിടുത്തെ ഡിന്നർ വന്നിട്ട് അമ്മ എനിക്ക് നല്ല ഇഡ്ഡലി ഉണ്ടായി തന്നിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ചിക്കൻ കാലി ഫ്രൈയും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഡിന്നർ കുശാലായിരുന്നു. പിന്നെ ഒരു മാമ്പഴം കൂടെ കഴിച്ച് ഞാൻ പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ ഒരു ഡേ വന്നിട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും പോലെ എൻ്റെ ഈ കുട്ടി ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.